ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വേഗത്തിൽ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 4 സ്പൂൺ പഞ്ചസാര. ആദ്യം നമ്മൾ 1/4 കപ്പ് പാലെടുക്കുക. അതിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ നല്ലതുപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ബാക്കി വന്ന പാല് കാച്ചുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മൾ കാച്ചാൻ വെച്ച പാലിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ഇവിടെ അപ്പം നമ്മൾ പാലും കസ്റ്റാർഡും കൂടെ കുറുക്കിയത് ഇരിപ്പുണ്ട്. ഞാൻ 1/4 കപ്പ് പാലെന്നാണ് പറഞ്ഞത്, 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും. പക്ഷേ 1 കപ്പ് പാല് തന്നെ എടുത്ത് 4 ടേബിൾ സ്പൂണിന് കസ്റ്റാർഡ് പൗഡറിന് കലക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടും. എൻ്റെ ചെറുതായിട്ട് ഇവിടുന്ന് കട്ട കെട്ടിയിട്ടുണ്ട്. നല്ലോണം ചൂടോടെ ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ബാക്കി പഞ്ചസാരയും പാലും കൂടെ തിളപ്പിച്ച് വെച്ചതിനകത്തോട്ട് ഒഴിക്കുക. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ മറ്റേ പാലിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല ഇതായിട്ട് വരത്തുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമ്മളിത് ആറാൻ വെക്കണം, ചൂടാറാൻ വെക്കുക. നല്ലതുപോലെ ഇളക്കണം. കസ്റ്റാർഡ് പൗഡർ അഥവാ എവിടെയെങ്കിലും കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അത് ആദ്യം നമ്മൾ പാലിച്ചിട്ട് കൂടുതലെടുത്ത് കലക്കണം. നമുക്കിത് ആറാൻ വെക്കാം. നമ്മൾ കസ്റ്റാർഡ് ആറാൻ വെച്ചതിന് ശേഷം നമ്മൾ കുറേ ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിയുക. അതിലേക്ക് ഞാനിവിടെ ആപ്പിളും ഓറഞ്ചും പോംഗ്രനേറ്റും ഏത്തക്കയൊക്കെ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ച് അങ്ങനെയും കഴിക്കാം. കസ്റ്റാർഡ് ആറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിക്കുക. ഞാനൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇവിടെ കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.